മഹായാഗത്തിന്റെ റിപ്പോർട്ടുകൾ നേരത്തെ നമ്മൾ നൽകിയിരുന്നു. അന്ന് ആ യാഗത്തിന് വേണ്ടിയുള്ള പന്തൽ ഒരുങ്ങുന്ന സമയത്താണ് നമ്മൾ ആദ്യം സരയൂ തീരത്ത് പോയത്. ഇപ്പം യാഗം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി മഹായാഗത്തിന് സരയൂ തീരത്ത് തുടക്കം കുറിച്ചിരിക്കുകയാണ്. നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ആദ്യം പരിശോധിക്കാം. സരയൂ തീരം ഒരിക്കൽ കൂടി മഹായാഗത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് സീതാദേവിയുടെ നാടായ ജനക്പുരിയിൽ നിന്നെത്തിയ ആചാര്യന്മാരാണ് യാഗത്തിന് നേതൃത്വം നൽകുന്നത്. മഹായാഗഭൂമിയിൽ നിന്നുള്ള പ്രത്യേക റിപ്പോർട്ട് കണ്ട ശേഷം മടങ്ങിയെത്താം. യാഗങ്ങളുടെ ഭൂമിയായിട്ടുള്ള അയോധ്യ ഈ പുതിയ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് മറ്റൊരു മഹായാഗത്തിനു കൂടി വേദിയാകുകയാണ്. ജനക്പുരിയിൽ നിന്നുള്ള ആചാര്യന്മാർ നേതൃത്വം നൽകുന്ന മഹായാഗം കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിച്ചു. പ്രാണപ്രതിഷ്ഠയ്ക്കും 2 ദിവസം കൂടി, അതായത് ഈ മാസം 25-ാം തീയതി വരെയാണ് സരയൂ നദിക്കരയിൽ ഈ ഒരു മഹായാഗം നടക്കുക. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന ഈ ഒരു യാഗശാലയിൽ 108 ഹോമകുണ്ടങ്ങൾ തയ്യാറാക്കിക്കൊണ്ട് അവിടെ രാമസ്തുതികളാൽ ആചാര്യന്മാർ മഹായാഗം നടത്തുന്നുണ്ട്. അവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനക്പുരിയിൽ നിന്ന്, സീതാദേവിയുടെ നാടായിട്ടുള്ള ജനക്പുരിയിൽ നിന്ന് എത്തിയിട്ടുള്ള ആചാര്യന്മാരാണ് ഈ യാഗത്തിന് നേതൃത്വം നൽകുന്നത്. ഒപ്പം നേപ്പാളിൽ നിന്ന്, ഈ ജനക്പുരിയിൽ നിന്ന് എത്തിയിട്ടുള്ള ധാരാളം ആളുകൾ ഈ ഒരു ഹോമത്തിൽ, ഈ ഒരു മഹായാഗത്തിൽ പങ്കെടുക്കുന്നതിനും ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അത്തരത്തിൽ സരയൂ നദീതീരം അയോധ്യ തീർത്തും ഭക്തിസാന്ദ്രമാണ്. അവിടെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത് മഹായാഗം നടക്കുന്നു. അതോടൊപ്പം തന്നെ 1008 ശിവലിംഗങ്ങൾ സ്ഥാപിച്ചുകൊണ്ടുള്ള പൂജയും ഇവിടെ നടക്കുന്നുണ്ട്. ഈ പൂജാ കർമ്മങ്ങൾക്ക് അല്ലെങ്കിൽ ഈ യാഗത്തിന് നേതൃത്വം നൽകുന്നവർ തന്നെ നമ്മോടൊപ്പമുണ്ട്. जी नमस्ते। अभी ये प्राण प्रतिष्ठा की संबंध सरयू के किनारे एक और महायाग चल रहा है, इसके कार्यक्रम की संबंधी क्या है? जी, सबसे पहले सबको सीताराम बोलेंगे। ये विश्व कल्याणार्थ श्री रामलला के प्राण प्रतिष्ठा के शुभ अवसर पर सीताराम नाम जप महायज्ञ, जो कि परम तपस्वी संत आत्मानंद दास महात्यागी नेपाली बाबा जी के तत्वाधान में चल रहा है, जो कि 14 जनवरी 2024 से 26 जनवरी 2024 तक चलेगा। जो सामने आप देख रहे हैं 11 मंजिले की यज्ञशाला है, जो कि 100 हवन कुंडों में बना हुआ है और इसमें 1100 जोड़े दंपति बैठकर राम मंत्र से हवन करेंगे। और जो हमारे पीछे का नज़ारा है वो कुंज का है, जो कि सीताराम नाम कुंज है। नेपाल से आए हुए भगवान श्री रामचंद्र जी के ससुराल जनकपुरी से 21,000 लोग सीताराम नाम जापक आए हुए हैं, जो सीताराम नाम का जप कर रहे हैं। और 1008 शिवलिंग नर्मदेश्वर, जो कि जबलपुर से आई हुई हैं, 1008 शिवलिंग को स्थापित कर सीताराम नाम का जप कर रहे हैं। और संगीतमय अखंड रुद्राभिषेक और सीताराम नाम का जप चल रहा है। और जो आप देख रहे हैं ये भंडारे का हमारा जो स्वामी जी का, महाराज जी का जो हमारा लक्ष्य है, प्रतिदिन कम से कम 1 लाख लोगों को कम से कम भोजन कराने का लक्ष्य है, जो कि सुबह 11 बजे से लेकर रात्रि 11 बजे तक चल रहा है। और बस यही निरंतर चल रहा है। व्यवस्थाएं आप देख रहे हैं, 1008 निवास बनाए गए हैं, जहाँ पे हमारे सीताराम नाम जापक जो कि नेपाल से आए हुए वो लोग रह रहे हैं। और भीड़ तो आप देख ही रहे हैं, मेला एक कुंभ का नजारा ही है, एक तरह का एक कुंभ ही है पूरा, जो कि अयोध्या में पूरा राममय हो चुका है। पग इसके हैं जो हंसराज दास नागाजी महाराज, जो कि नेपाली बाबा जी के आश्रम से हैं। और बस यही चल रहा है। आप और ये जो कार्यक्रम की नेतृत्व कर रहे हैं वो आचार्य सब लोग नेपाल से है? जी नो, जो सीताराम नाम जापक है वो लोग नेपाल से भी है और भारत देश के विभिन्न राज्यों से भी है। जी, ഈ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ചൊരു മഹായാഗം ജനുവരി 17 മുതൽ 25 വരെയാണ് ഈ യാഗം നടക്കുന്നത് എന്നും അതിന് നേതൃത്വം നൽകുന്ന പ്രധാനപ്പെട്ട ആചാര്യന്മാരെല്ലാം തന്നെ ജനക്പുരിയിൽ നിന്ന്, സീതാദേവിയുടെ നാടായിട്ടുള്ള ജനക്പുരിയിൽ നിന്നാണ് എത്തിയതെന്നും ഒപ്പം ഭാരതത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള ആചാര്യന്മാരും ആളുകളും ഈ മഹായജ്ഞത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതുമാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം ഈ കാണുന്ന ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഇവിടെയാണ് 1008 ശിവലിംഗങ്ങൾ സ്ഥാപിച്ചുകൊണ്ടുള്ള പൂജകൾ നടക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും 1008 കുടിലുകളാണ് ഒരുക്കിയിട്ടുള്ളത്. ഓരോ കുടിലിലും ശിവലിംഗം സ്ഥാപിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന നടക്കുന്നുണ്ട്. അവിടങ്ങളിൽ പ്രത്യേക വാദ്യോപകരണങ്ങൾ അകമ്പടിയോടുകൂടി പൂജാ മന്ത്രോച്ചാരണങ്ങൾ നടത്തിക്കൊണ്ടുള്ള പൂജകളാണ് ഈ നടക്കുന്നത്. ഓരോ കുടിലിലും, അതായത് 1008 കുടിൽ സ്ഥാപിച്ചുകൊണ്ട്, ഈ 1008 ശിവലിംഗങ്ങൾ സ്ഥാപിച്ചുകൊണ്ടാണ്
ഈ പൂജകൾ നടക്കുന്നത്. അവിടെ വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടുകൂടി ആ പൂജകൾ നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. 1008 ശിവലിംഗങ്ങൾ സ്ഥാപിച്ചുകൊണ്ടുള്ള പൂജയാണ് ഇവിടെ നടക്കുന്നത്. 1008 കുടിലുകൾ അതിനുവേണ്ടി സ്ഥാപിച്ചിട്ടുണ്ട്. അത്തരത്തിലൊരു മഹായാഗം നേരത്തെ നമുക്കറിയാം ഈ സരയൂ നദീതീരത്ത് ഈ പുണ്യഭൂമിയിൽ നടന്നിട്ടുള്ളൊരു മഹായാഗത്തിന് ശേഷമായിരുന്നു ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ അവതാരം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇപ്പോൾ വീണ്ടും രാംലല്ല അയോധ്യയിൽ പ്രതിഷ്ഠിതനാകുമ്പോൾ ഭക്തിസാന്ദ്രമാണ് ഈ സരയൂ നദീതീരം. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു മഹായാഗത്തിന് ഈ സരയൂ നദീതീരം സാക്ഷ്യം വഹിക്കുന്നത്. അതിന് നേതൃത്വം നൽകുന്നതാകട്ടെ സീതാദേവിയുടെ നാടായിട്ടുള്ള ജനക്പുരിയിൽ നിന്നെത്തിയിട്ടുള്ള ആചാര്യന്മാരുമാണ്. അവർക്ക് താമസിക്കുന്നതിനായി ഈ യാഗത്തിൽ പങ്കെടുക്കുന്ന ഇത്രയധികം ആളുകൾക്ക് താമസിക്കുന്നതിനായി ഇതിനോട് അടുത്ത് തന്നെ അത്രയധികം ടെന്റുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഒപ്പം ഭക്ഷണവും ആഹാരവും വെള്ളവും ഉൾപ്പെടെ ഈ യാഗവുമായി ബന്ധപ്പെട്ട എല്ലാ സജ്ജീകരണങ്ങളും ഈ യാഗഭൂമിക്കുള്ളിൽ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നുള്ളതും നേരത്തെ ഈ യാഗത്തിന് നേതൃത്വം നൽകുന്നവർ നമ്മോട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും 25-ാം തീയതി വരെയാണ് ഈ മഹായാഗം സരയൂ നദിക്കരയിൽ പുരോഗമിക്കുക. വിവിധ തരത്തിലുള്ള പൂജകൾ, പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് വിവിധ തരത്തിലുള്ള പൂജകളാണ് അയോധ്യയിൽ നടക്കുന്നത്. ഭാരതത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള ആചാര്യന്മാർ എത്തിക്കൊണ്ട് വിവിധ തരത്തിലുള്ള പൂജകൾ നടത്തുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലൊരു മഹായാഗവും അയോധ്യയിൽ നടക്കുന്നത്. അയോധ്യയിൽ നിന്ന് ഉണ്ണിക്ക വാര്യർക്കൊപ്പം ജിഷ്ണു കൃഷ്ണൻ, ജനം.